സുധീഷ് ചേട്ടൻ ആരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 25 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുള്ളതാണ്. മീശ മാധവൻ മുതൽ ഇങ്ങോട്ട് ഒരു 20ഓളം പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സോ സുധീഷ് ചേട്ടൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്. സോ വി 3 ആർ ദ പ്രൊഡ്യൂസേഴ്സ്. വൺ സെക്കൻഡ്. എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പി. ഇപ്പം ഇങ്ങനെ ഒരു അവസരം നമ്മൾ ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ദിവസങ്ങൾ ഇത്രയും കടന്നുപോയി. ഇപ്പം നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷനിലേക്ക് ഇപ്പം VFX വരെ എത്തി. ഇത്രയും നല്ലൊരു കമ്പനിയായിട്ട് സ്റ്റോൺ ബെഞ്ച് കമ്പനി അസോസിയേഷനായി അതിൻ്റെ ഒഫീഷ്യൽ ലോഞ്ച് നമ്മൾ ചെയ്യുന്ന ഈ മുഹൂർത്തത്തിൽ ഞാൻ ദൈവത്തിനോടും ഇതിൽ കൂടെ നമ്മുടെ കൂടെ നിന്ന എല്ലാവരോടും പ്രത്യേകം നന്ദി പറയുന്നു. സ്പെഷ്യൽ താങ്ക്സ് ടു കാർത്തിക് സാർ ആൻഡ് കാർത്തികേയൻ സാർ. ഞങ്ങൾ മദ്രാസിൽ ഞങ്ങൾ ഓഫീസിൽ പോയി സംസാരിച്ചു. അപ്പം തന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടായിരുന്നു. പെട്ടെന്ന് ഡീലായി. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു ബ്ലെസ്സിങ്സാണ്, നമുക്ക് എല്ലാവർക്കും കിട്ടിയൊരു ബ്ലെസ്സിങ്സാണത്. അപ്പോൾ ഇനിയുള്ള വർക്കുകളും എത്രയും പെട്ടെന്ന് തീർന്ന് നമുക്ക് നല്ല ദിവസം റിലീസ് ചെയ്യാം. മീഡിയക്കാരുടെയും ഇവിടെ വന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ഇനിയും വേണം സർ. വി ഹോപ്പ് വി അച്ചീവ് ഗ്രേറ്റ് ഹൈറ്റ്സ് ടുഗദർ. താങ്ക് യു വെരി മച്ച്. സോ ഹാൻഡിങ് ഓവർ ടു ഡയറക്ടർ വിജേഷ്. താങ്ക് യു ഓൾ ടീം ആൻഡ് മൈ പ്രൊഡ്യൂസേഴ്സ്. എന്തായാലും അത്ര നന്ദി പറഞ്ഞാലും മതിയാവാത്ത രീതിക്കുള്ള നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ആർട്ടിസ്റ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഇതിൽ പേരെടുത്ത് പറയേണ്ടതില്ല. എല്ലാവരുടെയും ജോലി അവരൊരു വൃത്തിയായിട്ട് ചെയ്തു. അതിൻ്റെ നല്ല റിസൾട്ട് കാണാൻ കഴിഞ്ഞു. പ്രകമ്പനം തീർച്ചയായിട്ടും നിങ്ങളെ പ്രകമ്പനം കൊള്ളിക്കും. അത് ഒരു വിശ്വാസമുണ്ട് എനിക്ക്. എൻ്റെ പ്രൊഡ്യൂസേഴ്സിൻ്റെ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ അതിൻ്റെ സന്തോഷം. എന്തായാലും ഈ ഒരു നല്ല വേളയിൽ ഇങ്ങനൊരു ഇവരൊരു കൈകോർക്കലൊക്കെ ആയിട്ട് ഇനിയും നല്ല നല്ല പ്രോജക്റ്റ് ഇതുപോലെ പ്രകമ്പനം പോലുള്ള നല്ല നല്ല പ്രോജക്റ്റുകൾ ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് സർ. എത്തിച്ചേർന്ന എല്ലാ മീഡിയകൾക്കും ആദ്യം നന്ദി പറയുന്നു. ഇതൊരു സിനിമയുടെ പോസ്റ്റർ ലോഞ്ചിനുപരി 2 വലിയ പ്രൊഡക്ഷൻ ഹൗസ് ജോയിൻ ചെയ്യുന്നൊരു ദിവസം കൂടെയാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കാർത്തിക് അണ്ണ പറഞ്ഞ പോലെ കാർത്തിക് അണ്ണ എന്നെ ആദ്യം വിളിക്കുകയുണ്ടായി. അപ്പോൾ അവരെ സ്റ്റോൺ ബെഞ്ചിൻ്റെ വേറൊരു സിനിമയായിട്ട് കഥ കേൾക്കാനാണ് എന്നെ വിളിച്ചത്. ആ സമയത്ത് ഞാൻ പ്രകമ്പനം ഓൾറെഡി കഥ കേട്ട് സൈൻ ചെയ്ത് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനൊരു സിനിമ ഓൾറെഡി ഇങ്ങനൊരു സാധനം കേട്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ കാർത്തികേയൻ പറഞ്ഞു കേൾക്കാം. അങ്ങനെ കേട്ട് അപ്പോൾ എനിക്ക് ആദ്യം സംശയം ഉണ്ടായിരുന്നു. കാരണം സ്റ്റോൺ ബെഞ്ച് ഇതിനു മുമ്പേ ചെയ്ത പടങ്ങൾ ഇതൊരു ഫുള്ളി കൊമേഴ്ഷ്യൽ സിനിമയായതുകൊണ്ട് ഇത്തരം സിനിമകൾ ഇഷ്ടപ്പെടുമോ എന്നുള്ളത് ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കേട്ടപ്പോൾ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഇത് കൊളാബറേറ്റ് ചെയ്യാൻ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ആൻഡ് മൈ സ്പെഷ്യൽ താങ്ക്സ് ടു കാർത്തിക് സുബ്രസ് സാർ. നമുക്ക് പടത്തോടെ പെരിയ രസികൻ. ലൈക്ക് എന്താ പറയണ്ടേ, എനിക്കിപ്പോൾ ஞாபகம் வருது. நான் மஞ்சுமல் ஆடிஷனுக்காக சென்னையில் வந்தது. அப்போ ராம்ராஜதுரை விஜயமுத்து எல்லாம் நான் உங்கள் படத்தில் பார்த்து தான் அப்புறம் கன்ஃபார்ம் பண்ணுறேன். அப்போது ராமச்சந்திர துரை சார் தான் அவங்க தான் என்னை ஃபுல்லி ஹெல்ப் பண்ணேன். அப்போ அந்த டைமில் நான் கேட்கும் லைக் கார்த்திக் சார் இப்படி ஒர்க் பண்ணுறதுக்கு இப்படி எல்லாம் கேட்கும். அப்போவே நினைக்கவே இல்லை சார் நான் உங்களை இந்த ப்ரொடக்ஷனில் உங்ககிட்ட ஒர்க் பண்ண முடிஞ்சதுக்கு ரொம்ப நன்றி. தேங்க்யூ. പിന്നെ നവരസ പ്രൊഡക്ഷൻസ് ശ്രീതട്ടൻ എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഞാനൊരു ആഡൊക്കെ ചെയ്തിട്ടുണ്ട് കുറേ കാലത്ത് മുകളിൽ സുഹൃത്താണ്. വളരെ അടിപൊളി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു പ്രൊഡക്ഷനായിരുന്നു നവരസ. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവാതെ അവരൊന്നും അറിയിക്കാതെ നമ്മളെ ഹാപ്പി ആയിട്ട് കൊണ്ടുവരുന്നു. ആൻഡ് താങ്ക് യു. പിന്നെ നമ്മുടെ സുധീഷ് ചേട്ടനായിട്ട് വർഷങ്ങളായിട്ട് അറിയാം. മീശ മാധവൻ മുതൽ ഒരുപാട് വലിയ സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇപ്പോഴും നമ്മുടെ ജെൻസി വൈബായിട്ട് ഒത്തുപോകാൻ സുധീഷ് പറ്റുന്നുണ്ട്. അപ്പം വളരെയധികം സന്തോഷം. ഇനി പ്രകമ്പനത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഉള്ളൊരു സിനിമയാണ്. 2 മണിക്കൂർ അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്തിട്ട് കണ്ടു തീർക്കാൻ പറ്റും. കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല. കാർത്തിക് സാർ சொன்ன மாதிரி നാമ പേസക്കൂടാതെ പടം പേസണോ, പടം പേസട്ടും. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഗണപതി. എല്ലാവരും പറഞ്ഞു. ഭയങ്കര സന്തോഷമുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിന്. കാരണം ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ നവരസ പ്രൊഡക്ഷനിലുള്ള പ്രകമ്പനം പടത്തിലാണ് ഭയങ്കര സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. നമുക്ക് എല്ലാ സിനിമകളും അങ്ങനെ കിട്ടണമെന്നില്ല. എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഓരോ മിനിറ്റും അത്രയ്ക്കത്രയും ഓർമ്മകൾ ആ സിനിമ ഞങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട്. അതേ ഇമ്പാക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ കിട്ടുമെന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് കാർത്തിക് സുബ്രാജ് സ്റ്റോൺ ബെഞ്ചൊക്കെ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്ത്. ചുമ്മാ വെറുതെ ഇൻവോൾവ് ആവില്ലല്ലോ. അപ്പോൾ അത് നമുക്ക് തന്ന വലിയൊരു ധൈര്യമാണ് ഈ സിനിമയ്ക്ക്. ഭയങ്കര സന്തോഷം കാർത്തിക് സാർ. എല്ലാവർക്കും ശ്രീതേട്ടനും സുധീഷ് ചേട്ടനും
ഒരുപാട് പറയാനുണ്ട്, പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലാഗാവും. എന്തായാലും സിനിമ നല്ല രീതിയിൽ നിങ്ങളെ തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ഭയങ്കരമായിട്ട് വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും കട്ടയ്ക്ക് കൂടെ നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് പറയാണ്. താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. Thank you so much, Sagar Surya. Let's have Amin over here. ഹായ്, ഇങ്ങനെ ഒരു പ്രോഗ്രാമിലൊന്നും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയണം. കാരണം എൻ്റെ ഇതാണ് ഒരു ഫസ്റ്റ് ഇവൻ്റാണ് ഒരു പടത്തിൻ്റെ മോശം പോസ്റ്റർ റിലീസൊക്കെ. അപ്പം എന്താണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. എന്നാലും വിജയ് ചേട്ടനോട് ആദ്യമാണ് ഒരു താങ്ക്സ് പറഞ്ഞത്. കാരണം ഈ പടത്തിൻ്റെ ലീഡായിട്ടുള്ള 3 പേരിൽ ഒരാളായിട്ട് എന്നെ കാസ്റ്റ് ചെയ്യാൻ പുള്ളിയുടെ ധൈര്യം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം പുള്ളി എനിക്ക് തന്ന റോള് ഞാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അത് പുള്ളിയുടെ പിന്നീടുള്ള പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായി. എനിവേ, ഇങ്ങനൊരു വലിയ പടത്തിൽ നല്ലൊരു ഭാഗം പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ആൻഡ് ഇത്രയേ ഉള്ളൂ, എനിക്ക് വേറെ പറയാറുണ്ടൂടാ. ഓക്കെ, Thank you so much. ഞാൻ എന്ത് പറഞ്ഞാലും ബാക്കിൽ എനിക്ക് ട്രോൾ വരും, അതാണ് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബട്ട് എനി ഹൗ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ്. കാർത്തിക് സാറിൻ്റെ കൂടെയും സിജിതാറിൻ്റെ കൂടെയും എല്ലാവരുടെയും കൂടെയും വിജയൻ്റെ കൂടെ എല്ലാം കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഭയങ്കര ഹാപ്പിയാണ്. ഒരു ബാക്ക് ടു കോളേജ് ലൈഫിലേക്ക് വന്ന പോലത്തെ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നു. അമീൻ ആയിക്കോട്ടെ, സാഗർ ആയിക്കോട്ടെ, ഗണു ആയിക്കോട്ടെ, എല്ലാവരും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് വേറൊന്നും പറയാനില്ല. താങ്ക് യു. Oh, and I saw more than a motion poster. I saw 20 minutes of the film. So a very, very interesting concept, the idea, and then the way they have executed the film. It is very, very interesting. So a motion poster doesn't give much about the film's concept, but it's very intriguing. The title also, liked it. Yeah. Thank you so much.